ഹലോ, കേൾക്കുന്നുണ്ടോ? ഹായ്. ഹായ്, നിങ്ങൾ ചാറ്റിൽ എന്തെങ്കിലും കമന്റ് ചെയ്തോ? ഗുഡ് ഈവനിങ് എവ്രിവൺ. എല്ലാം ഓക്കെ ആണോ? ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹായ്. ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ഹായ്. എൻ്റെ പേര് അനീറ്റ. ഞാൻ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഇപ്പം നിങ്ങളൊരു സുവോളജിയിൽ മിക്ക ഓർഗൻ സിസ്റ്റംസും കവർ ചെയ്തിട്ടുണ്ടാവല്ലോ. റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ കഴിഞ്ഞ ദിവസം എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഓർഗൻ സിസ്റ്റം എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. സോ ഞാനൊരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു ഓർഗൻ സിസ്റ്റം ഇതിന്റെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്താ? നമ്മുടെ ബോഡിയിലെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഐ ജസ്റ്റ് കണ്ടിന്യൂ. സോ നമ്മുടെ ഓർഗൻ സിസ്റ്റത്തിലെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ബേസിക് യൂണിറ്റ് സെൽ. ആൻഡ് ആസ് വി നോ, കുറേ സെൽസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ കുറേ ടിഷ്യൂസ് ഫോം ചെയ്തിട്ടാണ് ഒരു ഓർഗൻ ഫോം ചെയ്യുന്നത്. ആൻഡ് വി ഫൈനലി ഹാവ് അവർ ഓർഗൻ സിസ്റ്റം. സോ അങ്ങനെ നമ്മൾ കുറേ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. ആൻഡ് ടുഡേ വി ആർ ഹിയർ ടു ലേൺ അബൌട്ട് nervous system. So the chapter is neural control and coordination. Yeah, good. Okay. So neural control and coordination പറ്റി പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താ? നമ്മൾ ആദ്യം തന്നെ നെർവസ് സിസ്റ്റത്തിനെ പറ്റി വിചാരിക്കുമ്പോൾ തന്നെ വി തിങ്ക് അബൌട്ട് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റിംഗ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ ആ ബോഡി. നമ്മുടെ ഓരോ ബോഡിയിലെ ഫംഗ്ഷൻസിലെ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ആണ് ഈ നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി. സോ ദാറ്റ് ഇസ് നമ്മുടെ ഈ ഫസ്റ്റ് പേജിൽ പറയുന്ന ഒരു ബേസിക് സമ്മറി അതിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ഇൻ ടു ദാറ്റ്. ഓക്കെ. So as you know, the functions of the organs or organ systems in our body must be coordinated to maintain homeostasis. So what is homeostasis? Homeostasis is nothing but the state of balance in our body. നമ്മുടെ ബോഡിയിൽ കുറേ ആക്ടിവിറ്റീസ് ഇറ്റ് മസ്റ്റ് ഫംഗ്ഷൻ അറ്റ് എ നോർമൽ ലെവൽ, എന്നാലേ ബോഡി നോർമലായിട്ട് പോകത്തുള്ളൂ. സോ ആ ഒരു ലെവൽ ഓഫ് ബാലൻസ് ഇൻ ആ ബോഡിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. സോ അതിൻ്റെ ഒരു മെയിൻ ആളാണ് നെർവസ് സിസ്റ്റം. ആൻഡ് അതർ ദാൻ നെർവസ് സിസ്റ്റം വി ഓൾസോ ഹാവ് വൺ മോർ സിസ്റ്റം. ഏതാ? നമ്മുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ. സോ വാട്ട് ഇസ് കോർഡിനേഷൻ? സോ കോർഡിനേഷൻ ഇറ്റ് ഈസ് ദി പ്രോസസ് ത്രൂ വിച്ച് ടു ഓർ മോർ ഓർഗൻസ് ഇൻട്രാക്ട് ആൻഡ് കോംപ്ലിമെന്റ് ദി ഫങ്ഷൻസ് ഓഫ് വൺ അനദർ. അതാണ് ദാറ്റ് ഇസ് സിംപ്ലി നമ്മുടെ ഒരു ഓർഗൻ സിസ്റ്റത്തിന്റെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു തന്നിരിക്കുന്ന എക്സാമ്പിൾ ഇസ് ഫിസിക്കൽ എക്സസൈസ്. സോ അത് വായിക്കുന്ന മുമ്പ് ജസ്റ്റ് ഗിവ് യു ആൻ ഐഡിയ. നമ്മളൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആവശ്യം? നമ്മുടെ നമുക്ക് ഒത്തിരി എനർജി വേണം. കാരണം വി ആർ ഡൂയിങ് ആൻ ഇൻക്രീസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി. നമ്മുടെ കുറേ മസിൽസ് ആ സമയത്ത് മസിൽസിൻ്റെ ആക്ടിവിറ്റി കൂടുന്നുണ്ട്, എനർജി ആവശ്യമുണ്ട്. സോ എനർജിക്ക് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ വേണ്ടത്. ഒന്ന് ഓക്സിജൻ വേണം, രണ്ടാമത്തെ നമ്മുടെ ബോഡിക്ക് വേണ്ടത് എന്താ? ബ്ലഡ് ഫ്ലോ. ആ ഒരു പെർട്ടിക്കുലർ മസിൽസിന് ബ്ലഡ് അത്യാവശ്യം എത്തിയാലേ ആ മസിൽസ് വർക്ക് ആകത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഓക്സിജൻ വേണമെങ്കിൽ എന്താ നമ്മുടെ കൂടുന്നത്? നമ്മുടെ റേറ്റ് ഓഫ് ബ്രീത്തിങ് അത് കൂടും. പിന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ അവിടെ എത്തുന്നത് കൂടാൻ വേണ്ടി എന്താ നമുക്ക് വേണ്ടത്? നമ്മുടെ ഹാർട്ട് ബീറ്റും കൂടും. സോ അങ്ങനെയാണ് നമ്മളൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ലൈക്ക് ഒരു ആക്ടിവിറ്റി ലൈക്ക് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ആൻഡ് ഇതൊക്കെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാ? നെർവസ് സിസ്റ്റം. ഓക്കെ. സോ അതാണ് ഇവിടെ പറയുന്നത്. വെൻ വി ഡു ഫിസിക്കൽ എക്സസൈസസ് ദി എനർജി ഡിമാൻഡ് ഇസ് ഇൻക്രീസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് ഇൻക്രീസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി. ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ഇസ് ഓൾസോ ഇൻക്രീസ്ഡ്. The increased supply of oxygen necessitates an increase in the rate of respiration, heartbeat and blood flow via the blood vessels. ഇനിയും ഒരു ഫിസിക്കൽ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ അറിയേണ്ടത്. സോ ആ സമയത്ത് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി നെർവ്സ്, ലങ്സ്, ഹാർട്ട് ആൻഡ് കിഡ്നി റിട്ടേൺ ടു ദ നോർമൽ കണ്ടീഷൻസ്. സോ ഇതാണ് ഒരു സിമ്പിൾ എക്സസൈസ് ഓഫ് ഹൗ എൻ ആക്ടിവിറ്റി ഇസ് ബീങ് കോർഡിനേറ്റഡ് ഇൻ ആർ ബോഡി. സോ ഇതാണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ. സോ പിന്നെ പറയുന്നത് ഇൻ ആ ബോഡി ദ ന്യൂറൽ സിസ്റ്റം ആൻഡ് ദി എൻഡോക്രൈൻ സിസ്റ്റം. അതാണ് ടു കോർഡിനേറ്റിംഗ് സിസ്റ്റംസ് ഇൻ ആ ബോഡി, ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റിംഗ് സിസ്റ്റംസ് ഇൻ ആ ബോഡി. ജോയിന്റ്ലി കോർഡിനേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് all the activities of the organs so that they function in a synchronized fashion. Okay. ഇനി ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂറൽ സിസ്റ്റം ഇതിന്റെ ബേസിക് യൂണിറ്റ് ഏതാ? ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽ. അപ്പം ന്യൂറൽ സിസ്റ്റത്തിന്റെ ബേസിക് സെൽ ഏതാ?
It is neuron. Okay, good. So ആ ഒരു endocrine system, but how are they doing coordination? It is via hormones, and hormones are chemicals. So neural system, it provides an organized network of point-to-point connections with the help of neurons, okay, for a quick coordination, while the endocrine system provides chemical integration through hormones. So ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ന്യൂറോൺസിനെ പറ്റി, ഹൗ ഒരു നെർവ് കണ്ടക്ഷൻ, നമ്മുടെ ന്യൂറോൺ എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ന്യൂറൽ സിസ്റ്റം. The neural system of all animals is composed of highly specialized cells called neurons. So അപ്പോൾ അതാണ് മെയിൻ, നമ്മുടെ ബോഡിയിലെ highly specialized cells are neurons. And what are the functions of neuron? It is given here. It is to detect, receive and transmit different kinds of stimuli. So what is a stimulus? Stimulus is anything that brings out a reaction or response in our body. Like ഇപ്പം നമ്മുടെ ചുറ്റുമുള്ളൊരു കോൾഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് ആണ്, ഹോട്ട് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്. സോ ബിക്കോസ് ഒരു കോൾഡ് വെതർ ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാവും. സോ അങ്ങനെ ഏത് സ്റ്റിമുലസ് ആണെങ്കിലും ഡിറ്റക്ട് ചെയ്യാനും ആ ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനും ആ ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയിലെ വേറെ കുറേ പാർട്സിൽ എത്തിക്കാനും, ലൈക്ക് ബ്രെയിനിലേക്ക് എത്തിക്കാനും അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് ന്യൂറോൺ. ഓക്കെ, സോ the neural organization is very simple in lower invertebrates. For example, in Hydra, it is composed of a network of neurons. While when it comes to insects, ഒരു brain ഉണ്ടായിരിക്കും along with ganglia and neural tissues. And vertebrates വരുമ്പോഴാണ് നമുക്കൊരു പക്ക ഡെവലപ്ഡ് ന്യൂറൽ സിസ്റ്റം ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. സോ ഈ ഒരു ഭാഗം ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു ലേൺ ഇറ്റ് ത്രൂ എ ഫ്ലോ ചാർട്ട്. That is, so the human neural system, I'll write it as HNS, okay? So human neural system is divided into two main parts. Adana CNS and PNS. Okay? So CNS nu parayunnathaanu central neural system and PNS nu parayunnathaanu peripheral neural system. So ee central neural system inathu endha ulle, we have our brain and spinal cord. And when it comes to peripheral neural system, it is basically nerves. Nerves are information transmitting. And ഈ പീനസിൻ്റെ അകത്തുള്ള നെർവ്സ് അവർ രണ്ട് ടൈപ്സ് ആണ്. ദാറ്റ് ഇസ് afferent and efferent fibers. So afferent, note the difference. Afferent A and efferent is E. Okay, so അതിനകത്ത് ഇത് രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് നമ്മൾ പെട്ടെന്ന് ഓർക്കാൻ, ലെറ്റ്സ് തിങ്ക് ഓഫ് എൻ എക്സാമ്പിൾ. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഒരു ഹോട്ട് ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുക, ലൈക്ക് ഒരു ചൂടുവെള്ളം. നമ്മൾ ചൂടുവെള്ളത്തിന് തൊടും, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഇത് അറിയണം, ദാറ്റ് ദിസ് ഇസ് ഹോട്ട് വാട്ടർ. സോ നമ്മൾ തൊടുമ്പോൾ ഇത് ചൂടാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ ഇവിടുത്തെ ന്യൂറോൺസ് ആണ്, ലൈക്ക് നെർവ്സ് വഴി നമ്മുടെ ബ്രെയിനിൽ എത്തിയിട്ട്, ആൻഡ് ഫ്രം ദ ബ്രെയിൻ ഇത് ചൂടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലോ, സോ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? കൈ എടുത്ത് മാറ്റാൻ. സോ ഈ കൈ എടുത്ത് മാറ്റാനുള്ളൊരു റെസ്പോൺസ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് കയ്യിലോട്ട് എത്തണം. സോ അങ്ങനെ അഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നതാണ് ഫ്രം ദ ഹാൻഡ് ടു ദ CNS. ചൂടാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അഫറൻറ്റ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് A. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ഇഫറൻറ്റ് ഡു? ഇഫറൻറ്റ് ഈസ് നമ്മുടെ ബ്രെയിൻ തീരുമാനിച്ചു കൈ എടുത്ത് മാറ്റണം. സോ ആ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ നിന്ന് കയ്യിലോട്ട് വരുന്നത്, ദാറ്റ് ഇസ് ഇഫറൻറ്റ്. സോ ദാറ്റ് ഇസ് എ മെയിൻ ഡിഫറൻസ്, അഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ്. സോ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന രണ്ടാൾക്കാരാണ് അഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് നെർവ് ഫൈബേഴ്സ്. ഓക്കെ, നൗ അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. Afferent nerve fibers transmit the impulses from the tissues or organs to the CNS. ടിഷ്യൂസിൽ നിന്ന് CNS-ലോട്ട്. ആൻഡ് ഇഫറൻറ്റ് എന്ത് ചെയ്യും? സെയിം, റെഗുലേറ്ററി ഇമ്പൾസസ് ഫ്രം ദി CNS ടു ദ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. സോ നോട്ട് ദ ഡിഫറൻസ്. ഓക്കെ, ആൻഡ് അതല്ലാതെ യു ക്യാൻ ഓൾസോ ഫർദർ ഡിവൈഡ് ദിസ് PNS. ഓക്കെ, ഈ PNS നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാം ഇൻ ടു സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം and autonomic neural system. And just the flowchart complete ആക്കാൻ പറയാം. Autonomic neural system is again divided into sympathetic and parasympathetic system. Okay, so പിന്നെ പറയുന്നത് what are the functions of this ഈ somatic neural system, autonomic neural system എന്തിനുള്ളതാണ്? what are the functions of it? Okay, so somatic neural systemത്തിന്റെ functions എന്താ? നമ്മുടെ CNS നിന്നുള്ള ഇൻഫർമേഷൻ എങ്ങോട്ട് പോകും? സ്കെൽറ്റൽ മസിൽസിലോട്ട് വിടുന്ന
peripheral nervous system, part of the peripheral nervous system which transmits information from the CNS to the skeletal muscles. What is autonomic neural system? Part of the peripheral nervous system that transmits information from the CNS to നമ്മുടെ visceral organs and smooth muscles. Skeletal muscles അല്ല smooth muscles. So അതാണ് main difference. So somatic neural system എന്ന് പറയുമ്പോൾ CNS to the skeletal muscles, autonomic neural system എന്ന് പറയുന്നത് CNS to the organs and smooth muscles of the body. And ഇവിടെ താഴെ പറയുന്നുണ്ട് autonomic neural system is divided into sympathetic and parasympathetic neural system. And there is another one, ഇവിടെ വേറൊരാളെ മെൻഷൻ ചെയ്യുന്നുണ്ട്, that is visceral nervous system. So visceral nervous system is peripheral nervous system തന്നെ, പക്ഷെ it includes that ഈ nerve fibers which connect നമ്മുടെ CNSഉം നമ്മുടെ വിസറ, നമ്മുടെ ഈ സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻസ്, അങ്ങനത്തെ വിസറയും CNSനെ കണക്ട് ചെയ്യുന്ന എല്ലാ നെർവ്സും പ്ലെക്സസിനെ വിളിക്കുന്ന പേരാണ് വിസറൽ നെർവസ് സിസ്റ്റം. സോ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം കേട്ടോ. സോ ട്രൈ ടു റീകളക്ട് ഇറ്റ് വിത്ത് മീ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളത് ഓർക്കാൻ നോക്കുക. ഓക്കെ, സോ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം divided into central nervous system and peripheral nervous system. Peripheral nervous system divided into somatic neural system and autonomic neural system. Autonomic neural system divided into sympathetic and parasympathetic. ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പം പി എൻ എസിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് നെർവ്സ് അല്ലേ? പി എൻ എസ് ഇൻക്ലൂഡ്സ് നെർവ്സ്. അപ്പം രണ്ട് ടൈപ്സ് ഓഫ് നെർവ്സ് ആണ്, അഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് നെർവ്സ്. സി എൻ എസ് എന്ന് പറയുന്നത് രണ്ടാൾക്കാർ ആരൊക്കെയാ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ സമ്മറി. ഓക്കെ, മൂവിങ് ടു ലെറ്റ് സ്റ്റഡി വാട്ട് ഈസ് എ ന്യൂറോൺ. ഇത് ഹൈലി സ്പെഷ്യലൈസ്ഡ് സെൽ ന്യൂറോൺ. നമുക്കത് ഈ ഡയഗ്രാം വെച്ച് തന്നെ പഠിക്കാം. ലൈക്ക് ഓക്കെ, സോ ഇപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡെൻഡ്രൈറ്റ്. സോ ഈ ഒരു ഫസ്റ്റ് ഭാഗം ഡെൻഡ്രൈറ്റ്. So ഒരു dendrites എന്ന് പറയുമ്പോൾ they are branched structures and what is their function? It is to receive an impulse. അതാണ് dendrites. And then we have the main part, that is ഇതാണ്, this whole thing is called the cell body. ആ cell bodyയുടെ അകത്തുള്ളത് we have ഒരു normal cell bodyയുടെ അകത്ത് കാണുന്ന പോലെ you have a nucleus and you have the Nissls granules. ഈ കുഞ്ഞു കുഞ്ഞു കാണുന്ന red granules, they are called Nissls granules. And what is there in Nissls granules എന്ന് പറയുമ്പോൾ you have the rough endoplasmic reticulum and ribosomes. It is a previously asked question. So just note it. Nissls granules consist of rough endoplasmic reticulum and ribosomes. Okay. So these fibers transmit impulses towards the body. Eda nammade dendrites. Okay. The next thing is we have the axon. Adana this whole thing is the axon. And axon അറ്റത്ത് you have the axon terminals, and ആ terminalsൽ you have a bulb-like structure that is called the synaptic node. Okay, now what does an axon do is, ഇപ്പം നമ്മുടെ ഇമ്പൾസ് ഡെൻഡ്രൈറ്റിൽ നിന്ന് എത്തിയിട്ട് ഇവിടെ നിന്ന് എത്തിയിട്ട് സെൽ ബോഡിയിലോട്ട് എത്തി, പിന്നെ സെൽ ബോഡീന് ദൂരേക്ക് കൊണ്ടുവരുന്ന ആളാണ് ആക്സോൺ. ഇറ്റ് സെൻസ് ദി ഇമ്പൾസ് ടുവേർഡ്സ് ദി ആക്സോൺ ടെർമിനൽ. ദാറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് ആൻ ആക്സോൺ. ഓക്കെ, സോ ആ അറ്റത്ത് ഞാൻ പറഞ്ഞു ആക്സോൺ ടെർമിനലുണ്ട്, സിനാപ്റ്റിക് നോബുണ്ട്. ഇനി സിനാപ്റ്റിക് നോബിൽ ദർ ആർ സ്മോൾ bodies that is called synaptic vesicles. So these are basically vesicles, synaptic vesicles ഉണ്ട്. ആ synaptic vesiclesനകത്താണ് neurotransmitters which help in conduction of ഒരു impulse from one neuron to another neuron. Okay, പിന്നെ we have the next part, that is Schwann cell. So Schwann cell is a cell that covers the axon. In Schwann cell ചില ന്യൂറോൺസിനെ ചുറ്റുന്ന Schwann cell produces a myelin sheath. ചില Schwann cells they do not produce a myelin sheath. So myelin sheath produced ചെയ്യുന്ന Schwann cell എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റൊരു ഈ ഒരു കാണുന്ന this part is called the myelin sheath, and that myelin sheathന്റെ ഇടയ്ക്ക് കാണുന്ന this space that is called the node of Ranvier. Okay, സോ ചിലവർ മൈലിൻ ഷീത്ത് ഉണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് മൈലിനേറ്റഡ് ആക്സോൺസ്. ഇനി മൈലിൻ ഷീത്ത് ഇല്ലാത്തവരെ നോൺ മൈലിനേറ്റഡ് ആക്സോൺസ്. സോ അത് എവിടെയൊക്കെ കാണുന്നുണ്ടെന്ന് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ദി മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ സ്പൈനൽ ആൻഡ് ക്രേനിയൽ നെർവ്സ് ആൻഡ് ദി അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ വിച്ച് ഇസ് എൻക്ലോസ്ഡ് ബൈ Schwann cell. പക്ഷേ ഈ Schwann cell ഡസ് നോട്ട് ഫോം എ മൈലിൻ ഷീത്ത്. ഓക്കെ, ഇത് കാണുന്നത് എവിടെ?
in autonomous and somatic neural system. So this is about the diagram of ഒരു ന്യൂറോണിൻ്റെ ഡയഗ്രാം. അതിൻ്റെ എല്ലാ പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ എല്ലാ പാർട്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മുടെ ഈ ഒരു ന്യൂറോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ. സോ ഹൗ ആർ വി ഗോയിങ് ടു ക്ലാസിഫൈ ദിസ്? ഇപ്പം ഡെൻഡ്രൈറ്റ്സ് എന്താ, ആക്സോൺ എന്താ നിങ്ങൾക്ക് അറിയാലോ. ഡെൻഡ്രൈറ്റ്സ് ആർ ദ ബ്രാഞ്ചസ് വിച്ച് റിസീവ് ദ ഇമ്പൾസ്. ആക്സോൺ ആണ് സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസ് താഴോട്ട് വേറൊരു ന്യൂറോണിന് കൊടുക്കുന്നതാണ് നമ്മുടെ ആക്സോൺ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺസ് വി ഹാവ് 3 types of neurons: യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ ന്യൂറോൺ. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് പറഞ്ഞുതരാം. യൂണിപോളാർ, ഇപ്പം മൾട്ടിപോളാർ ആണ് ഇവിടെ നമ്മൾ ഈ ഡയഗ്രത്തിൽ കണ്ടത്. മൾട്ടിപോളാർ ബിക്കോസ് മൾട്ടിപോളാർ ഹാസ് സോ മെനി ഡെൻഡ്രൈറ്റ്സ് ബട്ട് ഓൺലി വൺ ആക്സൺ. ബൈപോളാർ എന്ന് പറയുമ്പോൾ ബൈയിൽ തന്നെ അതുണ്ട്, ഒരു ഡെൻഡ്രൈറ്റും ഒരു ആക്സൺ, സോ ഇറ്റ്സ് ബൈപോളാർ. പിന്നെ യൂണിപോളാർ എന്ന് പറയുമ്പോൾ അതിന് ഡെൻഡ്രൈറ്റേ ഇല്ല, ഇറ്റ് ജസ്റ്റ് ഹാസ് വൺ ആക്സൺ. സോ അങ്ങനെയാണ് യൂണി, ബൈ ആൻഡ് മൾട്ടിപോളാർ. സോ മൾട്ടിപോളാർ ആണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്, നമ്മുടെ ബ്രെയിനിൽ കൂടുതലും കാണുന്നത് മൾട്ടിപോളാർ ന്യൂറോൺ ആണ്. പിന്നെ വരുന്നത് ബൈപോളാർ എവിടെ കാണുന്നത്? ഇത് സീൻ ഇൻ ദ റെറ്റീന, നമ്മുടെ ഐയിലെ റെറ്റീനയിലാണ് കാണുന്നത്. ആൻഡ് യു ഹാവ് യൂണിപോളാർ വിച്ച് ഇസ് നമ്മുടെ എംബ്രിയോ സ്റ്റേജിൽ കാണുന്നതാണ് യൂണിപോളാർ. ഓക്കെ, സോ അതാണ് നമ്മൾ പറഞ്ഞ 3 ടൈപ്സ് ഓഫ്, ആൻഡ് ഇറ്റ്സ് ഗിവൺ ഹിയർ. ലെറ്റ് us mark it. Multipolar seen in the cerebral cortex, bipolar seen in the retina of the eye, unipolar seen in the embryonic stage. Okay, so ഇതാണ് ഈ ഒരു ന്യൂറോണിൻ്റെ ജസ്റ്റ് സമ്മറി ഞാൻ പറയാം. ആൻഡ് ട്രൈ ടു റീകളക്ട് ഇറ്റ് വിത്ത് മീ. ഓക്കെ, സോ we start with the dendrite. Dendrite are short branches of fibers that receives the impulse and sends the impulse to the cell body. Cell body അകത്ത് വരുന്നതാണ് ന്യൂക്ലിയസും ഗ്രാനുൾസും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആക്സോൺ. ആൻഡ് ആക്സോണിൻ്റെ ചുറ്റും കാണുന്ന സെല്ലാണ് ഷ്വാൻ സെൽ, which can produce a myelin sheath or not produce a myelin sheath. അപ്പോൾ അങ്ങനെ മൈലിനേറ്റഡ് ആൻഡ് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് വരും. പിന്നെ വരുന്നതാണ് ആക്സോൺ ടെർമിനൽസ്. അതിൻ്റെ അറ്റത്ത് സിനാപ്റ്റിക് നോബ് ഉണ്ടായിരിക്കും. സിനാപ്റ്റിക് നോബിൽ സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ടായിരിക്കും. സിനാപ്റ്റിക് വെസിക്കിളിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ. സോ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. So as we know, neurons are excitable cells because their membranes are in a polarized state. So ഈ polarized state എന്ന് പറയുന്നത് എന്താ? It is a charged state. So നമ്മുടെ ന്യൂറോണൽ മെംബ്രെയിൻ is in a charged state. റെസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ആക്റ്റീവ് സ്റ്റേറ്റിൽ, അത് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൽ, രണ്ടിടത്തിലാണെങ്കിലും ഇറ്റ് ഈസ് ഇൻ എ ചാർജ് സ്റ്റേറ്റ്. ആൻഡ് ആ ചാർജ്ഡ് സ്റ്റേറ്റ് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ. ഇമാജിൻ ദാറ്റ് ഇതൊരു ന്യൂറോൺ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ന്യൂറോണൽ മെംബ്രെയിൻ. ഓക്കെ, സോ ദിസ് ഇസ് ഇൻസൈഡ് ദ ന്യൂറോൺ ആൻഡ് ദിസ് ഇസ് ഔട്ട്സൈഡ്. ഓക്കെ, സോ നമ്മുടെ ന്യൂറോണൽ മെംബ്രെയിൻ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇറ്റ് ഈസ് യൂഷ്വലി മോർ പെർമിബിൾ ടു പൊട്ടാഷ്യം അയോൺസ്. സോ മോർ പെർമിബിൾ ടു പൊട്ടാഷ്യം അയോൺസ് ആയതുകൊണ്ട് K+ കുറേ അകത്ത് കയറും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഇംപെർമിബിൾ ടു സോഡിയം അയോൺസ്. അതുകൊണ്ട് പുറത്ത് സോഡിയം ആയിരിക്കും കൂടുതൽ. സോ അതാണ് ഇപ്പം നമുക്കിവിടെ കാണുന്നത്. ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സോഡിയം പുറത്താണ് കൂടുതൽ, വൈൽ പൊട്ടാഷ്യം അകത്താണ് കൂടുതൽ, ബിക്കോസ് ന്യൂറോണൽ മെംബ്രെയിൻ ഇസ് മോർ പെർമിയബിൾ ടു പൊട്ടാഷ്യം ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. പിന്നെ അതുമല്ല നമ്മുടെ ഒരു സെല്ലിനകത്ത് നോർമലി കാണുന്ന ആൾക്കാരാണ് പ്രോട്ടീൻസ്, ആൻഡ് പ്രോട്ടീൻസ് ആർ യൂഷ്വലി നെഗറ്റീവ്ലി ചാർജ്ഡ്, റൈറ്റ്? സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് ഈ ഒരു ഡയഗ്രത്തിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ദിസ് ഇസ് ആർ ന്യൂറോണൽ മെംബ്രെയിൻ വിച്ച് ഇസ് മോർ പെർമിബിൾ ടു പൊട്ടാഷ്യം. അതുകൊണ്ട് അകത്ത് കുറേ പ്ലസ് കയറും. വിച്ച് ഇസ് മോർ പെർമിബിൾ ടു പൊട്ടാഷ്യം. പക്ഷേ പ്രോട്ടീൻസ് അകത്ത് കൂടുതലാണ്. ഇപ്പോൾ പ്രോട്ടീൻസിനോട് ഇംപെർമിബിൾ ആയതുകൊണ്ട് പ്രോട്ടീൻസ് അകത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ, if this is a neuron in the resting state, we can see that inside it is negatively charged and outside it is positively charged. The reason ഞാൻ പറഞ്ഞതുപോലെ, that is ഇവിടെ we can read it out.
Okay, so when a neuron is not conducting an impulse, that is when it is in the resting state, the axonal membrane is more permeable to potassium ions and impermeable to sodium ions. Similarly, negatively charged proteins, it is impermeable to negatively charged proteins. അതുകൊണ്ട് axoplasm contains high concentration of potassium and low concentration of sodium, while in our fluid outside the axon, it contains low concentration of potassium and high concentration of Na+, and hence forms a concentration gradient. This is one reason why we have a charged. There's another mechanism that is going on. That is, we have a pump here. In neuronal membrane, there is a pump which pumps out. Pump in പറയുമ്പോൾ it works with energy. ATP ഉപയോഗിച്ചിട്ട് work ചെയ്യുന്ന ആൾക്കാരാണ്. So it pumps out 3 Na+ outside and it gives in 2K+ inside. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ 3 Na+ outside 2K+ inside. Of course പുറത്താണ് പോസിറ്റീവ് ചാർജ്, ഇതാണ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇതാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ളൊരു ന്യൂറോൺ. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ഇമ്പൾസ് അറൈവ്സ്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റാൻഡിങ്. എന്തെങ്കിലും ലാഗ് എന്തെങ്കിലും ഉണ്ടോ ഓഡിയോയിൽ? Okay, thank you. Okay, so let's proceed. അപ്പം this ഈ പറയുന്ന സംഭവം കുറച്ച് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഇഫ് യു ഗെറ്റ് ദ ഓക്കെ ക്ലിയർ ആണ്. സോ ഇഫ് യു ഗെറ്റ് ദ കോൺസെപ്റ്റ്, അത് നമുക്ക് പിന്നെയും ഈ പാര വായിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഐ നോ ദിസ് ഇസ് എ റിവിഷൻ ക്ലാസ്, പക്ഷെ എന്നാലും ഇതുവരെ കോൺസെപ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ ഫോർ യു. സോ ഇപ്പം ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ന്യൂറോണിൻ്റെ കാര്യം മനസ്സിലായി. ദാറ്റ് ഇസ് you have a positive sign, a positive charge outside and a negative charge inside. So this potential difference, it creates a potential difference, right? It is called the resting potential. Okay, good. Now what happens? ഒരു ഇമ്പൾസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതാണ് നമ്മൾ അറിയേണ്ടത്. സോ ഇത് റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ഒരു ന്യൂറോൺ. ഇനി ഒരു ഇമ്പൾസ് വരുമ്പോൾ, ദാറ്റ് ഇസ് അത് ആക്റ്റീവ് ആകുമ്പോൾ, ഒരു ഇമ്പൾസ് വരുമ്പോൾ ഒരു റിവേഴ്സൽ ഓഫ് പെർമിബിലിറ്റി വരും. മീൻസ് സാധാരണ നമ്മുടെ മെംബ്രെയിൻ്റെ പെർമിബിലിറ്റി പൊട്ടാഷ്യത്തിനോടാണ്, പക്ഷെ അല്ലാതെ ഒരു ഇമ്പൾസ് വരുമ്പോൾ നമ്മുടെ മെംബ്രെയിൻ്റെ പൊളാരിറ്റി മാറും. അതിൻ്റെ റീസൺ ഇസ് പെർമിബിലിറ്റി ചേഞ്ചസ്. ദാറ്റ് ഇസ് ഇപ്പം സോഡിയത്തിനോടാണ് കുറച്ചും കൂടെ പെർമിബിലിറ്റി. അപ്പം കുറേ ഒരു കുഞ്ഞ് ടൈമിൽ മാത്രമേ ആ പെർമിബിലിറ്റി മാറത്തുള്ളൂ. സോ ആ ഒരു കുഞ്ഞ് ഷോർട്ട് ടൈമിൽ തന്നെ കുറേ Na+ ജസ്റ്റ് കംസ് ഇൻ. അപ്പോൾ ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ് വന്നിട്ട് ഇൻസൈഡ് ബിക്കംസ് പോസിറ്റീവ് and outside the neuronal membrane it becomes negative. So this is what is in active state. നമുക്ക് ഈ ഡയഗ്രത്തിൽ തന്നെ കാണുന്നുണ്ട്, A is the active state. Okay, so പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവും. പക്ഷേ ഇതൊരു കുറച്ചൊരു നേരത്തേക്കുള്ളായിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ it's also called the nerve impulse. Action potential or nerve impulse, it's given here. Okay, and resting potential is given here. Okay, so ഇതാണ് ഒരു ആക്റ്റീവ് സ്റ്റേറ്റിൽ നടക്കുന്നത്. സോ ഈ ഒരു ഡയഗ്രം നോക്കിക്കേ, ശ്രദ്ധിച്ചാൽ അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ദിസ് ഇസ് ദി ആക്റ്റീവ് സ്റ്റേറ്റ് ആൻഡ് ബി ഇസ് ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ആക്റ്റീവ് സ്റ്റേറ്റിൽ പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവും, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും. സോ വി ഹാവ് എ കറണ്ട് ഫ്ലോ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. സോ അങ്ങനെ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ഒരു കറണ്ട് ഫ്ലോസ്, ദാറ്റ് ഇസ് ഫ്രം ബി ടു എ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് എന്ത് സംഭവിക്കും? കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബി ഇറ്റ് ബിക്കംസ് എയുടെ പോലെ ഇമ്പൾസിന് കിട്ടും. ഇറ്റ് ബിക്കംസ് ഡീപോളറൈസ്ഡ്. ഓക്കെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം എ കംസ് ബാക്ക് ടു നോർമൽ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ഇമ്പൾസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഈ പെർമിബിലിറ്റി ടു സോഡിയം കൂടത്തുള്ളൂ. കുറേ സോഡിയം അകത്ത് കയറും, കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറും. അപ്പം അത് മാറുമ്പോൾ എന്താ, നമുക്ക് സാധാരണ എന്താ പൊട്ടാഷ്യത്തിനോടുള്ള പെർമിബിലിറ്റി അല്ലേ സാധാരണ കൂടുതൽ. അപ്പം എന്ത് സംഭവിക്കും? പൊട്ടാഷ്യം ഇവിടെ പറയുന്നത്, ദാറ്റ് ഇസ് the sequence is repeated along the length of the axon and the impulse is conducted. Now the rise in stimulus is stimulus induced permeability to sodium is extremely short lived and followed by a rise in permeability to potassium. That is what we have seen. നമ്മൾ നോർമലി കാണുന്നതാണ് പൊട്ടാഷ്യത്തിനോടുള്ളൊരു പെർമിബിലിറ്റി. അപ്പം എന്ത് ചെയ്യും? പൊട്ടാഷ്യം പുറത്തോട്ടും
K plus goes out. Okay, so the difference is that നമ്മൾ നേരത്തെ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ കണ്ടപ്പോൾ കെ പ്ലസ് അകത്തല്ലായിരുന്നോ കൂടുതൽ, ബിക്കോസ് പെർമിബിലിറ്റി ടു പൊട്ടാഷ്യം ഹൈ ആയതുകൊണ്ട് പൊട്ടാഷ്യം അകത്തായിരുന്നു കൂടുതൽ, സോഡിയം പുറത്തായിരുന്നു കൂടുതൽ. പക്ഷേ നമ്മുടെ ഒരു ന്യൂറോണൽ മെംബ്രെയിൻ ആക്റ്റീവ് ആയതിനു ശേഷം അത് തിരിച്ച് ആകുമ്പോൾ പൊട്ടാഷ്യത്തിനോടുള്ള പെർമിബിലിറ്റി തിരിച്ചു വരും. പക്ഷേ ഈ സമയത്ത് പൊട്ടാഷ്യം കുറേ പുറത്തോട്ട് പോകും. പക്ഷെ ആ പഴയ സോഡിയം അല്ലേ, മറ്റേ പെർമിബിലിറ്റി കൂടി ഇപ്പോൾ കുറേ സോഡിയം കയറിയത്, ആ സോഡിയം ഇവിടെ തന്നെ നിൽക്കും. അപ്പം മൊത്തത്തിൽ എന്താ, ദി ചാർജ് തിരിച്ചു വരും, നമ്മുടെ പഴയ ചാർജ് തിരിച്ചു വരും. പക്ഷെ ദാറ്റ്സ് എ ഡിഫറൻസ് ഇൻ ദി അയോൺസ് ദാറ്റ് ആർ പ്രസന്റ്, മെജോറിറ്റി ഓഫ് അയോൺസ് പ്രസന്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ വി ഹാവ് എ ന്യൂറോൺ വിച്ച് ഇസ് ഹാവിങ് ആൻ ഇൻക്രീസ്ഡ് പെർമിബിലിറ്റി ടു പൊട്ടാഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ പൊട്ടാഷ്യം ആയിരിക്കും അകത്ത് കൂടുതൽ കയറുന്നത്. അത് മാത്രമല്ല, വി ഹാവ് എ പമ്പ്, ഒരു സോഡിയം പൊട്ടാഷ്യം പമ്പ്, പമ്പിങ് ഔട്ട് 3Na+, ടേക്കിംഗ് ഇൻ ടു പൊട്ടാഷ്യം. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ പുറത്ത് പോസിറ്റീവ് ചാർജും, ഇറ്റ്സ് ഗിവൻ ഹിയർ, പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും. പക്ഷെ ഒരു ആക്റ്റീവ് സ്റ്റേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, Na+നോടുള്ള പെർമിബിലിറ്റി കൂടും. കുറേ Na+ പെട്ടെന്ന് അകത്ത് കയറുന്നതുകൊണ്ട് അകത്ത് പോസിറ്റീവ് ആവും, പുറത്ത് നെഗറ്റീവ് ആവും. അങ്ങനെ ഒരു കറണ്ട് ഇവിടെ ട്രാൻസ്മിറ്റ് ആവും. ഓക്കെ, ആൻഡ് ആ കറണ്ട് ട്രാൻസ്മിറ്റ് ആയി അല്ലെങ്കിൽ കുറച്ച് നേരത്തേന് ആ Na+ന്റെ പെർമിബിലിറ്റി പോയി കഴിഞ്ഞിട്ട് എന്താ പൊട്ടാഷ്യത്തിനോടുള്ള പെർമിബിലിറ്റി പഴയ പോലെ തിരിച്ചു വരും. അപ്പോൾ പൊട്ടാഷ്യം കുറേ പുറത്തു പോവും, Na+ എന്താ അകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പം പൊട്ടാഷ്യം കുറേ പുറത്ത് പോകുന്നതുകൊണ്ട് പുറത്ത് പഴയ പോലെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ആകും. പക്ഷേ ദാറ്റ്സ് എ ചേഞ്ച് ഇൻ ഏത് അയോണാണ് ഇവിടെ പ്രസന്റ്, അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് വി കമ്മിങ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. സോ ഈ ഒരു I mean concept we can clearly understand with the help of this diagram. ഈ ഡയഗ്രം മാത്രം നോക്കി പോയാൽ മതി. ഈ ഡയഗ്രം നമ്മൾ പഠിച്ചു പോയാൽ പിന്നെ ഈ പാര വായിക്കേണ്ട ആവശ്യമില്ല. ഐ മീൻ യു ഹാവ് ടു റീഡ് ഇറ്റ്. കാരണം നീറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ സത്യം പറഞ്ഞ ഒരു നമ്മുടെ ഈ NCERT ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് റെഡ് അന്നൊരു സമയത്ത് കുറേ ഒരു പ്രാവശ്യത്തിന് 10 ടൈംസിനെക്കാട്ടി കൂടുതൽ വായിച്ചിട്ടുണ്ട്. എന്തായാലും അതിനെക്കാട്ടി കൂടുതലൊക്കെ വായിക്കണം. അത്രയും റിവിഷൻ ചെയ്താൽ ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചില ലൈൻ ബൈ ലൈൻ ആണ് ഫംഗ്ഷൻസ് കൊടുത്തേക്കുന്നത്. നമ്മൾ കോൺസെപ്ച്വലി ചിലപ്പോൾ ചിന്തിച്ചിട്ട് ആ ഫംഗ്ഷൻസ് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ NCERTയിലെ ലൈൻ ബൈ ലൈൻ ആ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ കുറേ പ്രാവശ്യം NCERT ടെക്സ്റ്റ് വെറുതെ വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ഐ തിങ്ക് ഇറ്റ് ഗെറ്റ്സ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, പക്ഷെ ചില കോൺസെപ്റ്റ്, ഇപ്പം ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ തറവാക്കിയാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ ആദ്യം വി ഹാവ് ജസ്റ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. ഐ എം നോട്ട് ബ്രീഫിംഗ് അപ്പോൺ ഇറ്റ്. വി ഹാവ് ദി ആക്സോൺ, വി ഹാവ് ദി ആക്സോൺ ടെർമിനൽ, വി ഹാവ് എ സിനാപ്റ്റിക് നോബ് കണ്ടെയ്നിങ് സിനാപ്റ്റിക് വെസിക്കിൾസ് കണ്ടെയ്നിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. സോ ഒരു synapse, what is a synapse? Synapse is the junction between a neuron and another neuron. So the neuron that comes before, so here you have a neuron and here also you have a neuron. ഈ രണ്ടിടത്ത് കാണുന്ന ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. ദിസ് ഫസ്റ്റ് ന്യൂറോണിന്റെ പേരെന്താ? പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. പ്രീ സിനാപ്സ്, ബിഫോർ സിനാപ്സ്. ദിസ് ഇസ് ദി പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, ആഫ്റ്റർ സിനാപ്സ്. അവർ രണ്ടുപേരും കൂട്ടിച്ചേരുമ്പോൾ അതിൻ്റെ ജംഗ്ഷനിൽ വരുന്ന പേരാണ് സിനാപ്സ്. സോ ഒരു സിനാപ്സിൽ എന്തൊക്കെയുണ്ട്? വി ഹാവ് ദ നമ്മളത് വേറെ കളർ. സോ വി ഹാവ് ദ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ആൻഡ് ഈ നടുക്ക് വരുന്ന ആളെന്താ? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഇസ് ദ സ്പേസ് ബിറ്റ്വീൻ എ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് എ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി വിൽ മൂവ് ഓൺ ടു വാട്ട് ഹാപ്പൻസ്. സോ ആദ്യം നമ്മുടെ ഇമ്പൾസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് ഇമ്പൾസ് വന്നു, ഡെൻഡ്രൈറ്റ്സിന് അത് സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിൽ പോയി, അങ്ങനെ ആക്സോൺ ടെർമിനൽ എത്തിക്കണ്ടോ. ഈ ആക്സോൺ ടെർമിനൽ എത്തിയിട്ട് സിനാപ്റ്റിക് നോബിലെത്തി. അപ്പം സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ സിനാപ്റ്റിക് നോബിലുള്ള ഈ വെസിക്കിൾസ്,
ഈ വെസിക്കിൾസ് ഇറ്റ് മൂവ്സ് ടു ദ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. അതിൻ്റെ അറ്റത്തോട്ടെത്തും. അറ്റത്തെത്തിയിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ഫ്യൂസസ്. കണ്ടോ? ഇറ്റ് ഫ്യൂസസ് വിത്ത് ദ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഫ്യൂസ് ചെയ്തിട്ട് ആ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ അതിനകത്ത് ഫ്യൂസ് ചെയ്തിട്ട് സിനാപ്റ്റിക് വെസിക്കിളിൻ്റെ അകത്ത് കണ്ടന്റ് എന്താ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മുടെ ഈ ജംഗ്ഷൻ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ട് റിലീസ് ചെയ്യും. ഓക്കെ, സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ട് റിലീസ് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ദിസ് ഇസ് ദി പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, സോ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്താ? ദേ ആർ ദി റിസെപ്റ്റേഴ്സ്. സോ ഈ റിസെപ്റ്റേഴ്സിലോട്ട് പോയി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ചെയ്യും. അവിടെ പോയി ബൈൻഡ് ചെയ്ത് എന്ത് സംഭവിക്കും? വി ഹാവ് അയോൺ ചാനൽസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അയോൺ ചാനൽസിൻ്റെ സോഡിയം പൊട്ടാഷ്യം, ആ അയോൺ ചാനൽസ് ഓപ്പൺ ചെയ്യും. അങ്ങനെ അയോൺസ് ഉള്ളിൽ വരും. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് ഈ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലോട്ട് ആ ഇമ്പൾസ് പോകുന്നത്. പക്ഷെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ദാറ്റ് ഇസ്, ഈ ഒരു അയോൺസ് ഓപ്പൺ ആകുമ്പോൾ അവിടെ എന്തോ ഒരു പുതിയ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ക്യാൻ ബി ഇൻഹിബിറ്ററി ഓർ എക്സൈറ്റേറ്ററി. ദാറ്റ് മീൻസ് ഈ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിനെ ഇൻഹിബിറ്റ് ചെയ്യാം, എക്സൈറ്റ് ചെയ്യാം ടു ട്രാൻസ്മിറ്റ് ദി ഇൻഫർമേഷൻ. ദാറ്റ് ഇസ്, ഈ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞിട്ട് ഫർദർ ട്രാൻസ്മിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ അയോൺ ചാനൽസിൻ്റെ ആ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പൊട്ടൻഷ്യലാണ്. ഇറ്റ് ക്യാൻ ബി എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞു. ഹലോ ഹലോ, ഇപ്പം കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ടൊരു ഓക്കെ ഓഡിയോ കുഴപ്പമില്ലല്ലോ? ഓക്കെ ഫൈൻ. ഓക്കെ, ക്ലിയർ ആണ്. സോ ഈ ഒരു ഭാഗം ഒന്നുകൂടെ ഞാൻ സമ്മറൈസ് ചെയ്യാം. ദാറ്റ് ഇസ് ട്രാൻസ്മിഷൻ ഓഫ് ആൻ ഇമ്പൾസ്. സോ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെൻഡ്രൈറ്റ്സ് റിസീവ്സ് ദി ഇമ്പൾസ്, ആക്സോണിലെത്തി, ആക്സോൺ ടെർമിനലിലെത്തി. ആക്സോൺ ടെർമിനൽ ലാസ്റ്റ് കാണുന്നതാണ് സിനാപ്റ്റിക് നോബ്. ആ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ദിസ് ഇമ്പൾസ് കോസസ് ദ സിനാപ്റ്റിക് വെസിക്കിൾസ് ടു മൂവ് ടു ദി പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. അങ്ങനെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ പോയിട്ട് ഇവർ ഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് ലെഫ്റ്റിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലെത്തി. പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിനിൽ കാണുന്ന റിസെപ്റ്റേഴ്സിലോട്ട് പോയി ബൈൻഡ് ചെയ്തിട്ട് അയോൺ ചാനൽസ് ഓപ്പൺ ആക്കും. സോ അങ്ങനെയാണ് ഒരു ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ആവുന്നത്. സോ ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത് അതൊക്കെ തന്നെയാണ്. Impulse is transmitted from one neuron to another through junctions called synapses. Synapse എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ they are talking about it's separated by a gap called the synaptic cleft. Then there's one more thing. There are two types of synapses: electrical synapses and chemical synapses. So chemical synapse ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്തിട്ട് ഇമ്പൾസ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരെ. ഇനി ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ദർ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഭയങ്കര അടുത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇമ്പൾസ്, ഇറ്റ്സ് ലൈക്ക് ഒരു സിംഗിൾ ആക്സോണിൽ ത്രൂ പോകുന്ന പോലെയാണ് ഇൻഫർമേഷൻ. അത്രയും സ്പീഡിലാണ് ഒരു ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ആവുന്നത്. ആൻഡ് നമ്മുടെ ബോഡിയിൽ ഇലക്ട്രിക് സിനാപ്സ് അങ്ങനെ കാണാറുമില്ല. ഓക്കെ, നെക്സ്റ്റ് വി മൂവിങ് ഓൺ ടു ദ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ അകത്ത് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇസ് ഇറ്റ് ഈസ് ദ പ്ലേസ് വേർ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഇൻഫർമേഷൻ ഇസ് പ്രോസസ്ഡ്. ആ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യും. ലൈക്ക് നമ്മുടെ
ഡിഫറെൻറ്റ് സ്റ്റിമുലസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് സ്റ്റിമുലസ് ഇസ് ദെയർ ഇൻ ആർ എൻവയൺമെൻറ്റ്. ആ ഓരോ സ്റ്റിമുലസിനെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ അത് ആ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യും. അതിന് തക്ക കമാൻഡ് ഓൾസോ നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് ഓരോ ബോഡി പാർട്സിലോട്ട് സെൻഡ് ആവുന്നത്. സോ നമ്മുടെ മെയിൻ ഇവിടെ തന്നെ പറയുന്നത്, ദാറ്റ് ഇസ് ദ മെയിൻ command and control system of our body, that is the brain. Okay, so what are the functions of the brain? ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ മാച്ച് ദ ഫോളോയിങ് പോലെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് കൺട്രോൾസ് ദി വോളണ്ടറി മൂവ്മെന്റ്സ്. നമ്മുടെ സ്കെൽറ്റൽ മസിൽസിനെ കൺട്രോൾ ചെയ്തിട്ട് വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും. ബാലൻസ് ഓഫ് ദ ബോഡി, ദാറ്റ് ഇസ് നമ്മുടെ പൊസിഷനിങ് ആൻഡ് ബാലൻസ്. ഓക്കെ, ദെൻ വൈറ്റൽ ഇൻവോളണ്ടറി ഓർഗൻസ് ലൈക്ക് ലങ്സ്, ഹാർട്ട്, കിഡ്നീസ്. പിന്നെ തെർമോ റെഗുലേഷൻ, ടെമ്പറേച്ചർ, hunger and thirst, circadian rhythm of our body, that is 24-hour rhythm, activities of endocrine glands and human behavior. So idakke along with that, the site for processing of vision, hearing, speech, memory, intelligence, emotions and thoughts. So ഓരോ വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഭാഗം ബൈ ഹാർട്ട് പഠിക്കുന്നതായിരിക്കും നല്ല. ദി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. ഇനിയും മൂവിങ് ഓൺ ടു ദ structure of the brain, human brain. So human brain is protected by the bony structure. Okay, inside the skull, നമ്മുടെ ബോണി സ്ട്രക്ചർ ആണ് സ്കൾ. ആ സ്കളിൻ്റെ അകത്താണ് നമ്മുടെ ബ്രെയിനിനെ കാണുന്നത്. അത് ആ സ്കള് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിൽ വരുന്നത് എന്താ? ദർ സംതിങ് കോൾഡ് ക്രേനിയൽ മെനിഞ്ചസ്. ആൻഡ് ആ ക്രേനിയൽ മെനിഞ്ചസിനാണ് 3 പാർട്സ് ഉള്ളത്. വി ഹാവ് ദി ഔട്ടർ ഡ്യൂറ മാറ്റർ, മിഡിൽ അറാക്കിനോയിഡ് മാറ്റർ ആൻഡ് ഇൻസൈഡ് വി ഹാവ് ദ പയ മാറ്റർ. സോ അങ്ങനെ ഡ്യൂറ, അറാക്കിനോയിഡ്, പയ എന്ന് പറഞ്ഞിട്ട് 3 ലെയറും കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് വി ഗെറ്റ് ദ ക്രേനിയൽ മെനിഞ്ചസ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് നമ്മുടെ ബ്രെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഇനിയും ഓരോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഞാൻ ഈ ഡയഗ്രാം വെച്ചിട്ടൊന്ന് ജസ്റ്റ് പെട്ടെന്ന് പറയാം. സോ നമ്മുടെ ആദ്യം തന്നെ വി ഹാവ് ദ ഫോർ ബ്രെയിൻ്റെ അകത്ത് വരുന്നതാണ് സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. സോ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. സെറിബ്രം, ദിസ് ഇസ് ദ തലാമസ്, ദിസ് ഇസ് ദ ഹൈപ്പോതലാമസ്. ഓക്കെ, then after that we have the midbrain, this area. Then we have the pons, cerebellum and medulla constituting the hindbrain. Okay, പിന്നെ അത് സ്പൈനൽ കോഡിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മെഡുല കണക്ട്സ് ദി സ്പൈനൽ കോഡ്. സോ മൂവിങ് ഓൺ ടു ദ ഫോർബ്രെയിൻ. സോ ഫോർബ്രെയിൻ്റെ 3 ഏതൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ഓക്കെ, സോ സെറിബ്രം പറയുമ്പോൾ it forms a major part of the human brain. There's a deep cleft dividing the cerebrum longitudinally into 2 halves. അതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. സോ നമ്മുടെ സെറിബ്രം ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 halves, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. അവരെ കണക്ട് ചെയ്യുന്ന ഒരു ട്രാക്ട് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്, നെർവ് ഫൈബേഴ്സ്. ഓക്കെ, അതേതാ? കോർപ്പസ് കാലോസം. ഓക്കെ, കോർപ്പസ് കാലോസം. ദെൻ യു ഹാവ് ഈ സെറിബ്രൽ, ഇപ്പം നമ്മുടെ സെറിബ്രത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ മോൾ ഭാഗത്ത് യു ഹാവ് a layer of cells which covers the cerebral hemisphere, which is called the cerebral cortex. അതിൻ്റെ പ്രത്യേകത എന്താ? It is thrown into prominent folds. So that is called the cerebral cortex. And the cerebral cortex is referred to as the gray matter. So gray matter ഏതാ? It is the cerebral cortex. And it is because of gray matter, പേരിലുണ്ട്, it is because of the grayish appearance. And grayish appearance is because of അവിടെ നമ്മുടെ ന്യൂറോണിൻ്റെ പാർട്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ല, സെൽ ബോഡി ഉണ്ട്, ആക്സോൺസ് ഉണ്ട്. സോ ആ ന്യൂറോണിൻ്റെ സെൽ ബോഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സെറിബ്രൽ കോർട്ടെക്സ്. അതുകൊണ്ടാണ് അതിന് ഗ്രേ കളർ കിട്ടുന്നത്, അതുകൊണ്ടാണ് അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ആ മോളിലത്തെ ലെയർ, ത്രോൺ ഇൻ ടു പ്രോമിനന്റ് ഫോൾസ്. ഇറ്റ് ഇസ് കോൾഡ് ദി സെറിബ്രൽ കോർട്ടെക്സ്. ദെൻ വി ഹാവ് സോ ഈ സെറിബ്രൽ കോർട്ടെക്സ്, അതിന് 3 ഏരിയാസ് ഉണ്ട്: മോട്ടോർ, സെൻസറി, അസോസിയേഷൻ. സെൻസറി എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഇത്. മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അസോസിയേഷൻ ഏരിയാസ് എന്ന് പറയുന്നത് രണ്ടിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന സാധനമാണ്. ദാറ്റ് ഇസ് യു ഹാവ് ഇന്റർ സെൻസറി അസോസിയേഷൻസ്, മെമ്മറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതാണ് അസോസിയേഷൻ ഏരിയാസിൽ വരുന്നത്. ഇന്റർ സെൻസറി അസോസിയേഷൻ, മെമ്മറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നൗ ദിസ് ഇസ്, ഇപ്പം ഞാൻ പറഞ്ഞത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ മുകളിലത്തെ ഭാഗം, അതിൻ്റെ സൂപ്പർഫിഷ്യൽ പാർട്ടിനെ പറയുന്നത്. ഇനിയും അകത്ത് യു ഹാവ് ദ വൈറ്റ് മാറ്റർ. സോ അതിനെ വൈറ്റ് മാറ്ററിനെ വിളിക്കുന്നത് ഇസ് ബിക്കോസ് വൈറ്റ് കളർ ഡ്യൂ ടു ദ മൈലിൻ ഷീത്ത്. സോ ആ ഭാഗത്ത് കൂടുതലും മൈലിനേറ്റഡ് ആയിട്ടുള്ള ഇത് കാണുന്നുണ്ട്, ന്യൂറോൺസ് കാണുന്നുണ്ട്. ഇറ്റ് ഗെറ്റ്സ് എ വൈറ്റ് അപ്പിയറൻസ്, സോ ഇറ്റ്സ് കോൾഡ് ദ വൈറ്റ് മാറ്റർ. ഓക്കെ, സോ
Fibers of the tracts covered with the myelin sheath constitute the inner part of cerebral hemisphere, and they give an opaque white appearance to the layer, and it's called the white matter. So now ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ cerebral hemispheres. Okay. Moving on, we have our cerebrum കഴിഞ്ഞിട്ട് we have the thalamus and the hypothalamus. തലാമസിനെ പറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ റിലേ സ്റ്റേഷൻ. നമ്മുടെ കുറേ ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ സെറിബ്രത്തിൽ എത്തുന്ന മുമ്പേ ഇറ്റ് പാസസ് ത്രൂ ദ തലാമസ്. സോ ഇറ്റ്സ് മോസ്റ്റ്ലി എ റിലേ സ്റ്റേഷൻ. സോ ഇറ്റ് ഇസ് തലാമസ്, coordinating center for sensory and motor signaling. Then we have the hypothalamus. It lies at the base of the thalamus. And hypothalamus's functions are very important. കുറേ പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് അങ്ങനെ ഓരോ രീതിയിൽ അത് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ദി we have the it control the body temperature, urge for eating and drinking. ഒരു മിനിറ്റ്. തൊണ്ട കുറച്ച് ഡ്രൈ ആയി അതുകൊണ്ടായിരുന്നു. ഓക്കെ, സോറി ഫോർ ദാറ്റ്. So continuing, so the hypothalamus contains a number of centers which control body temperature, urge for eating and drinking. So ഈ ഒരു ഞാൻ പറഞ്ഞൊരു നേരത്തെ, this is a very important question. What are the functions of hypothalamus? Body temperature, eating and drinking. It also contains several neurosecretory cells which secrete hormones. അതാണ് hypothalamic hormones. So actually ഇത് ഈ ഒരു സംഭവം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ ചോദിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് it secretes, it contains, hypothalamus is the part of the brain that contains neurosecretory cells which secrete hypothalamic hormones. And what are the functions of sound കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ, കേൾക്കാം? ഓക്കെ. സോ ഓക്കെ, ഐ വാസ് ജസ്റ്റ് സേയിങ് ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു പാർട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, കുറേ ചോദിച്ചിട്ടുണ്ട്. സോ ഹൈപ്പോതലാമസിൻ്റെ മെയിൻ ചോദിച്ചിട്ടുള്ള കാര്യം ഫങ്ഷൻസ് ആസ് വെൽ ആസ് the fact that hypothalamus is the part of the brain that contains neurosecretory cells called neurosecretory cells which secrete hypothalamic hormones. Now moving on to associated, വേറെ കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലൈക്ക് amygdala, hippocampus, and they form a complex structure called the limbic lobe or the limbic system. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദിസ് ഐ തിങ്ക് ഈ ഒരു പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം അത് അങ്ങനെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രം ദ ടെക്സ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. The limbic lobe or the limbic system contains what? It contains amygdala, hippocampus. What are the functions of the limbic lobe or limbic system? അതാണ് നമ്മൾ, it is the regulation of sexual behavior, expression of emotional reactions like excitement, pleasure, rage, fear and motivation. So this part is very important. Please focus on it. Okay, നമ്മൾ ഓരോ പ്രാവശ്യം പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം വൃത്തിക്കൊന്ന് വായിച്ചിട്ട് കുറേ പ്രാവശ്യം വായിക്കും കേട്ടോ. സോ ദിസ് ഇസ് അബൌട്ട് ഫോർ ബ്രെയിൻ. ഇനി മിഡ് ബ്രെയിൻ ആണ് രണ്ടിൻ്റെ നടുക്കാണുന്ന സാധനം. ദാറ്റ് ഇസ് മിഡ് ബ്രെയിൻ. സോ ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ തലാമസ് ഓർ ഹൈപ്പോതലാമസ് ആൻഡ് പോൺസ് ഓഫ് ദ ഹൈൻഡ് ബ്രെയിൻ. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു കനാൽ, ദാറ്റ് ഇസ് കോൾഡ് ദ സെറിബ്രൽ അക്യുഡക്റ്റ്. ഇനി മിഡ് ബ്രെയിൻ്റെ അകത്ത് മെയിൻ പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് 4 സ്വെല്ലിങ്സ്, 4 സ്വെല്ലിങ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. അതിൻ്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ്സ് നോട്ട് ഗിവൺ ഹിയർ, ഐ ജസ്റ്റ് സേ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഫംഗ്ഷനാണ് കോർപ്പോറ ക്വാഡ്രിജെമിനയുടെ. ഐ തിങ്ക് അത് ചോദിച്ചിട്ടുണ്ട്, മേ ബി പഴയ ക്വസ്റ്റ്യൻസിലായിരിക്കും. കോർപ്പോറ ക്വാഡ്രിജെമിനയുടെ ഫംഗ്ഷൻസ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഫംഗ്ഷൻസ് ആണ്. ഓക്കെ,
Then we have the hindbrain. So forebrain, midbrain, ലാസ്റ്റത്തെ ആൾക്കാരാണ് hindbrain. Hindbrain അകത്ത് വരുന്നതാണ് pons, cerebellum and medulla. So pons ആണ് what does pons do? It connects നമ്മുടെ brain with different regions. So fiber tracks that interconnect different regions of the brain. അതാണ് pons. Then we have cerebellum. Cerebellum എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത ഇറ്റ് ഹാസ് കുറേ കോൺവല്യൂട്ടഡ് സർഫസ്, കുറേ ഫോൾഡ് ഒക്കെ ഉള്ളത്. പക്ഷെ അതിൻ്റെ ഫംഗ്ഷൻ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദാറ്റ്? അങ്ങനെ കൺവല്യൂട്ടഡ് സർഫസ് ഉണ്ടായിട്ട് എന്താ, ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് കുറേ കൂടെ ന്യൂറോൺസ്. സോ സർഫസ് ഏരിയ ഓഫ് ന്യൂറോൺസ് ഇൻക്രീസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സെറിബെല്ലത്തിൻ്റെ. ആൻഡ് ദെൻ വി ഹാവ് ദ മെഡുല. സോ മെഡുല ഇസ് കണക്ടിങ് ദ ബ്രെയിൻ ടു ദ സ്പൈനൽ കോഡ്. നമ്മൾ ലാസ്റ്റ് കണ്ട ആളാണല്ലോ മെഡുല. സോ ഇറ്റ് ഇസ് ഇന്റർകണക്ടിങ് ദ ബ്രെയിൻ to the spinal cord. And medulla contains centers which control respiration, cardiovascular reflex and gastric secretion. The functions are important. Now we have the brain stem. Okay, so brain stem in the varna moonu aakar. This is very important. It is the midbrain, pons and medulla oblongata. So you have the midbrain, then you have the hindbrain il ninnu rendu aakar, that is pons and medulla. This brain stem. So ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള, ഐ തിങ്ക് ഈ ഒരു പേജിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഡസ് ദ ബ്രെയിൻ സ്റ്റെം ഡു? ഇറ്റ് കണക്ട്സ് ദി ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ഓക്കെ, സോ ഈ ഒരു പേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ജസ്റ്റ് സമ്മറി തരാം. നമ്മുടെ ബ്രെയിൻ, ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ദി ബോഡി സ്കൾ. ഉള്ളിൽ ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ക്രേനിയൽ മെനിഞ്ചസ്. ക്രേനിയൽ മെനിഞ്ചസിൻ്റെ 3 ലെയറാണ് ഡ്യൂറ, അറാക്കിനോയിഡ്, പയ, പുറത്തുനിന്ന് അകത്തോട്ട്. ദെൻ യു ഹാവ് ദ ബ്രെയിനിൻ്റെ 3 ഭാഗം, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഞാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഇത് റിവൈസ് ചെയ്തിട്ട് ചെയ്യാം. സോ ഫോർ ബ്രെയിൻ്റെ അകത്ത് വി ഹാവ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ദെൻ യു ഹാവ് ദ മിഡ് ബ്രെയിൻ, ദെൻ യു ഹാവ് ദ ഹൈൻഡ് ബ്രെയിൻ, പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓക്കെ, ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഹിയർ. ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞോണം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾ തന്നെ സോൾവ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ കമൻറ്റിലിടുമ്പോൾ വിൽ ഡിസ്കസ്. ഓക്കെ, ഓക്കെ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് യു ഹാവ് ദി പോൺസ്. പോൺസിൻ്റെ എന്താ സംഭവം? വാട്ട് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ പോൺസ് ഹിയർ? ഇറ്റ് കണക്ട്സ് ദി ഡിഫറെൻറ്റ് റീജൻസ് ഓഫ് ദ ബ്രെയിൻ. അതാണ് പോൺസ്. വാട്ട് അബൌട്ട് ഹൈപ്പോതലാമസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ സെക്രട്ടറി സെൽ. സോ എ ഗോസ് ടു 3, B goes to 4. Then medulla. Medulla controls respiration and gastric secretion, that is 2. Then cerebellum, it provides additional space for neurons. So that is D1. Appam option ഏതാ? A3, B4, C2 and D1. Okay. Moving on, next question. Parts of human brain. Okay, good. Okay, parts of human brain that help in regulation of sexual behavior, expression of excitement, pleasure, rage, fear, etc. So നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇറ്റ് കംസ് അണ്ടർ ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ. ഏതാ? ബി അല്ലല്ലോ, ഇതിൻ്റെ ആൻസർ ഡി ആ, ലിംബിക് സിസ്റ്റം ആൻഡ് ഹൈപ്പോതലാമസ്. യാ ഡി. ഓക്കെ, അത് ടെക്സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. ദിസ് പാർട്ട് it's given exactly here. It is involved in the regulation of sexual behavior, expression of emotional reaction and motivation. Okay, moving on to the next question. We have Schwann cells. Schwann cells, what is related to Schwann cells here? It is producing myelin sheath.
that is A3. Then synaptic lobe neurotransmitters, that is B1, A3, B1. Bipolar neurons, 4, retina. Then multipolar neurons, cerebral cortex. So the option is A. Okay. Then we have Nissels bodies. This is that is, what is it? Free ribosomes and RER. Nissels bodies are composed of free ribosomes and RER. Option C. Okay, that's it. Class മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. So this is a very important chapter, and കോൺസെപ്റ്റ്സ് കുറച്ചും കൂടെ നിങ്ങൾ കുറേ പ്രാവശ്യം ഒരു 2 to 3 times വായിച്ചാൽ മാത്രമേ കോൺസെപ്റ്റ്സ് നല്ലോണം ഇരിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. ആൻഡ് ഇഫ് ദർ ഇസ് എനി ഡൗട്ട് ചോദിക്കുക. ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.